നമസ്കാരം. ശ്രീനിവാസൻ എന്ന സിനിമാക്കാരൻ സിനിമാ അഭിനയമൊക്കെ പഠിച്ച് സിനിമയിലേക്ക് വരുന്നത് 1975-76 കാലഘട്ടങ്ങളിൽ. അന്ന് എനിക്ക് 6-7 വയസ്സാണ് പ്രായം. സിനിമയൊന്നും കണ്ടു തുടങ്ങിയ ഒരു കാലമല്ല. എന്നാൽ ഞാൻ സിനിമ കണ്ടു തുടങ്ങിയ കാലത്ത് ശ്രീനിവാസൻ സജീവമായി അഭിനയിക്കാനും എഴുതാനും തുടങ്ങി. ആദ്യമായി അഭിനയിച്ചത് സമാന്തര സിനിമകളുടെ വക്താവായ P.A. ബക്കറുടെ മണിമുഴക്കം എന്ന സിനിമയായിരുന്നു. എങ്കിലും ശ്രീനിവാസൻ ആ വഴി പിന്തുടരാൻ തയ്യാറായില്ല. ശ്രീനിവാസൻ അവിടെ മുതൽ സ്വന്തം വഴി വെട്ടി നടന്നു. സമാന്തര സിനിമയും വാണിജ്യ സിനിമയും മധ്യവർത്തി സിനിമയും എല്ലാം ശ്രീനിവാസന്റെ ചുറ്റും പിന്നീട് കിടന്ന് കറങ്ങി. അങ്ങനെ എല്ലാത്തരം സിനിമകളും ശ്രീനിവാസന് പരിചിതമായിരുന്നു. എല്ലാത്തരം സിനിമകൾക്കും ശ്രീനിവാസൻ സ്വീകാര്യനുമായിരുന്നു. ഇപ്പോൾ ഈ ശ്രീനിവാസനെ ഓർക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ധ്യാൻ ശ്രീനിവാസന്റെ ID ദ ഫേക്ക് എന്ന സിനിമയാണ്. സിനിമ കണ്ടപ്പോൾ ആദ്യം ഓർത്തത് ശ്രീനിവാസനെയാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അദ്ദേഹം കൂടുതൽ ആരോഗ്യവാനായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പഴയ പ്രതാപത്തോടെ മലയാള സിനിമയുടെ വേദിയിൽ സജീവമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടും നമുക്ക് ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ നായകനായി അഭിനയിച്ച ID ദ ഫേക്ക് എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാം. അരുൺ ശിവവിലാസമാണ് ID ദ ഫേക്ക് എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആളിനെ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ സിനിമയിലൂടെയാണ് പരിചയപ്പെടുന്നത്. എന്നാൽ ആളൊരു പുതുമുഖമാണെന്ന് തോന്നുന്നില്ല. ഇതിനു മുൻപ് ഏതോ സിനിമ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കാണിക്കുന്നത്. ഈ സിനിമയുടെ കാതലായ വിഷയം ഏത് കാലത്തും പ്രസക്തമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. പെൺകുട്ടികളുടെ ചിത്രമെടുക്കുക, പിന്നീട് അത് നഗ്ന ചിത്രങ്ങളാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക, അതിൻ്റെ പേരിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അതിലൂടെ പെൺവാണിഭ സംഘങ്ങൾ അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കുക. സത്യത്തിൽ ഈ പെൺവാണിഭ സംഘം എന്നൊക്കെയുള്ള വാക്കുകൾ ഈ കാലത്ത് പ്രയോഗിക്കാൻ പോലും പാടില്ലാത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സ്ത്രീ എന്നത് ഒരു വാണിഭ പൊരുൾ മാത്രമാണ് എന്ന നിരീക്ഷണം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാകും. അതിനു മുന്നിൽ നിയമവും ആ നിയമം നടപ്പാക്കേണ്ട കോടതിയും പോലീസുമെല്ലാം നിസ്സഹായരായി നിൽക്കുന്നതും, ഒടുവിൽ ഈ നായകൻ ഇരയാക്കപ്പെടുന്ന നായികയുടെ കൈപിടിച്ച് പോരാട്ടത്തിനിറങ്ങുന്നതും പോരാടി വിജയിക്കുന്നതും, ഇതൊക്കെ കണ്ട് നമ്മൾ കൈയടിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-20 വർഷത്തിലധികമായി. ആ 20 വർഷം മുമ്പുള്ള ഒരു വിഷയം അതിനും 20 വർഷം മുമ്പുള്ള കെട്ടും മട്ടും ഒക്കെ വെച്ച് മേക്കപ്പ് ഇട്ട് കൊണ്ടുവരുമ്പോൾ അതും നമ്മൾ കണ്ടിരിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ ഈ സിനിമയിൽ നായകനായി വരുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് അദ്ദേഹവും മനസ്സിലാക്കണം. സത്യത്തിൽ ഞാൻ ഇന്ദ്രൻസ് നായകനായി അഭിനയിച്ച കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു സിനിമ കാണാൻ തന്നെയാണ് പോയത്. എന്നാൽ ആവശ്യമായ പ്രേക്ഷകർ, ആ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രേക്ഷകരില്ലെന്ന കാരണം പറഞ്ഞുകൊണ്ട് ആ സിനിമ പ്രദർശിപ്പിക്കാതെ വന്നപ്പോൾ ആ സിനിമയ്ക്ക് പകരം ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുകയായിരുന്നു. അങ്ങനെ ടിക്കറ്റ് എടുക്കുന്നതിന് ശ്രീനിവാസന്റെ മകൻ എന്ന ഒരു പരിഗണന കൂടി ഈ സിനിമയ്ക്ക് ഗുണകരമായി. അല്ലെങ്കിൽ ഈ സിനിമ കാണാതെ ഞാൻ മടങ്ങിപ്പോരുമായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം നായകൻ, നായിക ദിവ്യ പിള്ള, ഒപ്പം അഭിനയിക്കുന്നവർ കലാഭവൻ ഷാജോണ്, ജോണി ആന്റണി, ഷാലു റഹീം, ഭഗത് മാനുവൽ, പ്രശാന്ത് അലക്സാണ്ടർ, പ്രമോദ് വെളിയനാട്, ജയകൃഷ്ണന്, മിനു സിജു, പിന്നെ ഉല്ലാസ് പന്തളം, അങ്ങനെ തുടങ്ങി നിരവധി നടീനടന്മാരുണ്ട് ഈ സിനിമയിൽ. മറ്റുള്ള സാങ്കേതിക മേഖലയെല്ലാം ഒരുവിധം കുഴപ്പമില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. ക്യാമറ, സംഗീതം എന്നിവയൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എന്ന് വെച്ചാൽ ഒരു കൊച്ചു നല്ല സിനിമ രൂപപ്പെടുത്താൻ ആവശ്യമായ ടൂളൊക്കെ കൈവശം വന്നു ചേർന്നു ഇവർക്ക്. എന്നാൽ അത് പ്രയോഗിക്കാൻ അറിയാതെ പോയി എന്നതാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അധിക നേരം സിനിമ നമ്മളെ മുഷിപ്പിക്കുന്നില്ല എന്നത് ഒരു ഭാഗ്യമാണ്. കഷ്ടിച്ച് ഏതാണ്ട് 1 മണിക്കൂറും 50 മിനിറ്റും മാത്രമേ ഉള്ളൂ ഈ സിനിമ. ഈ സിനിമയിലെ നായകനായ ധ്യാൻ ശ്രീനിവാസന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമ പോകുന്നത്. ഈ സിനിമയിൽ ധ്യാനിന്റെ കഥാപാത്രത്തിന്റെ പേര് വിനോദ് എന്നാണ്. വിനോദ് എന്ന് പേരുള്ള എല്ലാവരോടും എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് എന്നതുകൊണ്ട് മാത്രം ആ കഥാപാത്രത്തോടും എനിക്ക് ഒരു ഇഷ്ടം തോന്നി. ഒരു സ്വകാര്യ ഫുഡ് ഡെലിവറി ഏജൻസിയിൽ ജോലി ചെയ്യുന്ന വിനോദും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു അക്ഷയ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നു.
ഈ കമ്പനിയുടെ നടത്തിപ്പുകാരനായ കലാഭവൻ ഷാജോണും കുടുംബവും അതേ ഫ്ലാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത്. ഷാജോന്റെ ഭാര്യയായിട്ട് സ്മിനു സിജോ, അവർക്ക് ഒരു മകളുണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, ആ വേഷം ചെയ്ത കുട്ടിയുടെ പേരെനിക്കറിയില്ല. സ്വാഭാവികമായി ഒരു നല്ല ക്യൂട്ടായി 1-2 സീനുകളിൽ മാത്രമായിരുന്നു ആ കുട്ടി വന്നതെങ്കിൽ പോലും നന്നായിട്ട് തന്നെ ആ കുട്ടി ആ വേഷം ചെയ്തു. വിനോദിന്റെ ഭാര്യ 6-7 മാസം ഗർഭിണിയാണ്. അങ്ങനെ സന്തോഷകരമായി മുന്നോട്ട് സിനിമ പോകുമ്പോൾ, സിനിമയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ, ഞാനല്ല, അവിചാരിതമായി വിനോദിന്റെ ഭാര്യയുടെ ഒരു നഗ്ന ചിത്രം, അതും മോർഫ് ചെയ്ത ഒരു ചിത്രം ഒരു വാട്സപ്പ് സൈറ്റിൽ ആരോ പോസ്റ്റ് ചെയ്യുന്നു. അത് തേടിപ്പിടിക്കുമ്പോൾ അത് പിന്നെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അതിൻ്റെ ലിങ്ക് വന്നതാണ് എന്നറിയുന്നു. വിനോദ് അത് കാണുന്നു. പിന്നീട് അതിന് പിന്നാലെയുള്ള ആ വിനോദിന്റെ വിനോദയാത്രയാണ് ഈ സിനിമ. നായകനായ ധ്യാൻ ശ്രീനിവാസൻ അടിമുടി നിറഞ്ഞു നിൽക്കുന്ന ഈ സിനിമയിൽ മറ്റാർക്കും കാര്യമായി ഒന്നും ചെയ്യാനില്ല. കഥയ്ക്കോ തിരക്കഥയ്ക്കോ ഒരു ബലവുമില്ലാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടത് ഈ നായകൻ തന്നെയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ആരോടോ പിണങ്ങി നിൽക്കുന്ന പോലെയാണ് ധ്യാന്റെ പെരുമാറ്റം. അത് ആരോടാണ് എന്നത് വ്യക്തമല്ല. ഫോട്ടോസ്റ്റാറ്റ് എടുത്തതുപോലെ ഒരേ ഭാവത്തിലാണ് ധ്യാൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയും ഒരു മാറ്റവുമില്ല. നായികയായി അഭിനയിച്ച ദിവ്യാപിള്ള ഒരുവിധം കുഴപ്പമൊന്നുമില്ലാതെ കഷ്ടിച്ച് അത് ഒപ്പിച്ചു വെച്ചു എന്നുള്ളതേ പറയാൻ പറ്റും. ധ്യാൻ വരുമ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് 2 ഡയലോഗ് അടിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ ഷാജോണിൻ്റെ ജോലി. ഷാജോണിൻ്റെ ഭാര്യയായി എത്തിയ സ്മിനു സിജോയ്ക്ക് ഒരു കുറ്റി പുട്ട് ഉണ്ടാക്കുന്ന ജോലി മാത്രമാണ് ഈ സിനിമയിലുള്ളത്. ഒരു സീനിൽ മാത്രം വന്ന് ഒരു സ്റ്റാൻഡപ്പ് കോമഡിക്ക് ശ്രമിച്ച ഉല്ലാസ് പന്തളം, മറ്റൊരു സീനിൽ മാത്രം വന്ന് കണക്കിന് ഇടിവാങ്ങി പോകുന്ന പ്രമോദ് വെളിയനാട് എന്നിവരൊക്കെ എന്തെങ്കിലും മലമറിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നത്തിങ് ഡൂയിങ്. ഭഗത് മാനവർ നല്ല വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടനാണ്. വന്നതും പോയതും ഒന്നും അറിഞ്ഞില്ല. പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ, അദ്ദേഹത്തിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന് ഒരു അല്പം കൂടി ഇടം കിട്ടി ഈ സിനിമയിൽ. ഇടിയും കിട്ടി. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അങ്ങനെ ഇടി വാങ്ങാൻ വേണ്ടി മാത്രം കുറേ പേർ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയിൽ. എന്നാൽ കാര്യമായി ഇടിയോ വയലൻസോ ഒന്നും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസം കൂടിയാണ്. ഒരു പോലീസ് ഓഫീസറായിട്ട് ജയകൃഷ്ണൻ വരുന്നുണ്ട്. ഈ സീരിയലുകളിലൊക്കെ ശ്രദ്ധേയമായ, നമുക്ക് സുപരിചിതനാണ് അദ്ദേഹം. ഒറ്റ സീനാണെങ്കിലും അദ്ദേഹം അത് നന്നായിട്ട് ചെയ്തു. ഒപ്പം ഈ സിനിമയിൽ മറ്റൊരു പോലീസ് ഓഫീസർ വേഷം ചെയ്യുന്നുണ്ട്. ആ നടന്റെ പേരെനിക്കറിയില്ല. ഒരു പോലീസ് ലുക്കും പെരുമാറ്റവും എല്ലാം ഉണ്ടായിരുന്നു. പ്രകടനവും നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ജോണി ആന്റണി ഒരു അച്ഛൻ്റെ വേഷത്തിൽ വന്ന കുറച്ചു നേരം നിന്നിട്ട് പോയി. വില്ലന്റെ അച്ഛന് വേണ്ട നിഷ്കളങ്കതയും നിസ്സഹായതയും ഒക്കെ ഈ ജോണി ആന്റണി വെച്ച് കത്തിച്ചു കിട്ടിയ സമയമുണ്ട്. പിന്നെ പറയാനുള്ളത് ഷാലു റഹീം എന്ന നടനെ കുറിച്ചാണ്. ലുക്ക് കൊണ്ട് എന്തോ സംഭവിപ്പിക്കും എന്നൊക്കെ നമ്മളെ തോന്നിപ്പിച്ചു ആ കഥാപാത്രം. എന്നാൽ ആ കഥാപാത്രത്തിനെ ആ ലുക്കിൽ തന്നെ നിർത്തുകയാണ് സംവിധായകൻ ചെയ്തത്. വാ തുറപ്പിക്കാൻ സമ്മതിച്ചില്ല ഒരിടത്തും. വെറുതെ ഒരു സ്കൂൾ നാടകത്തിന്റെ നിലവാരത്തിൽ മാത്രം എത്താത്ത സ്ക്രിപ്റ്റും മേക്കിംഗ്. ഒരു മൊബൈൽ ക്യാമറ വെച്ച് പിന്നിൽ നിന്നെടുത്ത ഒരു ഫോട്ടോ, പിന്നീട് സ്റ്റുഡിയോയിൽ എടുത്ത ഫോട്ടോയുടെ കൂട്ട് മോർഫിംഗ് ഒക്കെ നടത്തുന്ന വിദ്യയൊക്കെ കണ്ട് അമ്പരന്ന് നമ്മൾ തിയേറ്റർ വിടുമ്പോൾ ശരാശരിക്കും താഴെ മാത്രം അനുഭവിച്ച അല്ലെങ്കിൽ അനുഭവിപ്പിച്ച അനുഭവത്തിന് നന്ദി. നാളെ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സ്നേഹാദരം.